നമ്മുടെ വീട്ടിലൊരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടല്ലോ, എല്ലാവർക്കും വരും. പിന്നെ പറയണോ പ്രഗ്നൻ്റ് ആയിരിക്കുമേ. അപ്പോൾ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് ഓരോ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. മൂക്കിൽ കൂടെ വെള്ളം വരാം, മൂക്ക് മൊത്തം വേദന എടുത്ത് മനുഷ്യന് ആ കണ്ണാക്കൊക്കെ വേദനയായിരുന്നു, കടിക്കലായിരുന്നു. പിന്നെ തലവേദന, പിന്നെ ചുമയ്ക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ചുമയും തുമ്മലും കൂടി വന്നിട്ട് ചുമയ്ക്കുമ്പോൾ അടിവയറ് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണതുകൊണ്ടാണെന്ന് അറിയില്ല, കുറച്ച് വേദനകളും കുറച്ച് അസ്വസ്ഥതകളൊക്കെ മാറി നേർന്നു കേട്ടോ. പിന്നെ കാലത്ത് എണീറ്റ് ഇച്ചിരി കരിക്കും വെള്ളം കുറച്ച് കരിക്കുണ്ടായിരുന്നു, അതിങ്ങ് തട്ടി. പിന്നെ ഒരു ഗോതമ്പിൻ്റെ ദോശയും പിന്നെ പീസ് കറിയും കഴിച്ചു കേട്ടോ. അതാണ് കാലത്ത് കഴിച്ചത്, വേറെ ഒന്നും കഴിച്ചൊന്നുമില്ല. പിന്നെ റെഡിയായി. ഈ തവണയെന്ന് വെച്ചാൽ ഇത്രയും വൈകി പോകണമെന്ന്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങും, കാരണം ഫാസ്റ്റിങ്ങിൻ്റെ ബ്ലഡൊക്കെ അവിടെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇനി മുതൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ലാബിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാലും കൊണ്ട് ഫാസ്റ്റിങ്ങിൻ്റെ മറ്റേതിൻ്റെയൊക്കെ ലാബിൽ കൊടുത്തു. അത് ചെക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ടായിട്ടാണ് പോണത്. ഈ തവണ പോണതെന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ പോയപ്പോൾ ഷുഗർ കൂടുതലായത് കൊണ്ട് ഇത്തവണ കൂടി വരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചോട്ടെ. ഈ ബാഗും പിന്നെ കുടയും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും ഫയലും പിന്നെ അന്ന് ഓശാനിക്ക് ഞാൻ തേച്ച് വെച്ച ഡ്രസ്സാണ് ഇത്തവണ ഇടാൻ പോകുന്നത്. അന്ന് തേച്ചിട്ട് നമ്മളെങ്കിലും പോയില്ല. പിന്നെ ആ ഡ്രസ്സ് അങ്ങ് വലിച്ചു വാരിയിട്ടു. പിന്നെ മുടി അങ്ങ് ഞാൻ പിന്നി കെട്ടിയിട്ടോ. പിന്നി കെട്ടി ഇപ്പം തന്നെ ഞാൻ പോകുന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നി കെട്ടാൻ ഞാൻ വീണ്ടും അഴിച്ച് മുടി മൊത്തത്തിൽ അങ്ങ് കെട്ടി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബസ് പിടിച്ച് ബസ്സിന് അങ്ങോട്ട് പോയിട്ടോ. ബസ്സിൽ പോയി അവിടെ ചെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത് എത്തി എന്നുള്ളത്. പിന്നെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറിനെ കണ്ടു.